ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ വലിയൊരു അരേക്ക പാം, അതായത് നമ്മുടെ ഫിംഗർ പാം എന്നൊക്കെ പറയുന്ന ലേഡി പാം, അതുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ്, വെരിഗേറ്റഡ് ആയിട്ടുള്ള പോത്തൂസ്, അങ്ങനെ കുറച്ച് അഗ്ലോണിമാസ്, അങ്ങനെ കുറച്ച് ബിഗോണിയാസ്, അങ്ങനെയൊക്കെ ഫ്രണ്ടിൽ വെച്ച് നല്ലതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈക്കസ് ഈ സൈഡിൽ അതുപോലെ തന്നെയാണ് പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് സ്റ്റാർ നക്ഷത്ര പ്ലാന്റ് എന്ന് പറയുന്നത് അതുമുണ്ട്. പിന്നെ അതേ സൈഡിൽ തന്നെ ബിഗോണിയ കളക്ഷനാണ്. പിന്നെ ബിഗോണിയായും ഇതേ ഭാഗത്ത് തന്നെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, പലതരത്തിലുള്ള വെരിഗേറ്റഡ്. നമ്മളൊന്നും പ്രൊഫഷണലല്ല, എന്തിനാൽ തന്നെയും മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. യൂട്യൂബ് അതൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ അത് നോക്കുമ്പോൾ നമുക്കൊരു കൃതജ്ഞത പോലെ തോന്നും. നമുക്കിത് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതുപോലെ തന്നെ ഇത് വെച്ച് നമ്മൾ കുറേ ഉണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ടെറസിൻ്റെ ഹാങ്ങിങ് ആയിട്ട് വിട്ടേക്കുന്നത് ഫൈക്കസും ഒരു മരുന്ന് ചെടിയാണ്. അതെനിക്കറിയത്തില്ല, അതിൻ്റെ ഇലയൊക്കെ ചുമപ്പ, മേളിലൊക്കെയാണ് നല്ല ഒരു വയലറ്റ് പർപ്പിൾ കളർ പോലൊക്കെ വരും, അത് നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഫൈക്കസിൻ്റെ ഇടയ്ക്ക് ആ വയലറ്റ് കളർ പോലൊക്കെ എടുത്ത് വരുന്ന കാണുമ്പോൾ ദൂരെ നിന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പം നമ്മൾ ചുരുക്കം പറഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ കയറി വരുമ്പോൾ, ജോലിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോൾ ഒരുപാട് സമാധാനം തരുന്നു. പിന്നെ ആകെ ഒരു വെപ്രാളം, വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ്. എന്നാലും ഞാൻ 1.5 ദിവസങ്ങളിലേ എല്ലാത്തിനും വെള്ളം ഒഴിക്കാറുള്ളൂ. കുറച്ച് സ്പ്രേ ചെയ്യും, അത്യാവശ്യം വാടി നിൽക്കുന്ന കാണുമ്പോൾ അങ്ങ് വെള്ളം ഒഴിക്കും. പിന്നെ ഞാൻ 1.5 ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്.